എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിലെ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? വിധിയുമായുള്ള കൂടിക്കാഴ്ച. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1947 ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രിയിൽ നെഹ്റു ഈ പ്രസംഗം നടത്തിയത്, ഇപ്പം വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് എവിടെ വെച്ചാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേകം വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ വെച്ച്. അടുത്തത്, ദ്വിരാഷ്ട്ര സിദ്ധാന്തം 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ച പ്രസ്ഥാനം ഏതാണ്? മുസ്ലിം ലീഗ്. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ 3 വിധത്തിലുള്ള വെല്ലുവിളികളാണ് നേരിട്ടത്. അവ ഏതൊക്കെയാണ്? ഒന്നാമത്തെ, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഏകീകൃത രാഷ്ട്രത്തിന് രൂപം നൽകുക എന്നതായിരുന്നു ആദ്യത്തത്. രണ്ടാമത്തത്, ജനാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. മൂന്നാമത്തത്, വികസനവും ക്ഷേമവും മുഴുവൻ സമൂഹത്തിനും ഉറപ്പുവരുത്തുക എന്നതായിരുന്നു 3 വെല്ലുവിളികൾ. അടുത്തത്, പാർലമെന്ററി ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായമാണ് ഇന്ത്യ സ്വീകരിച്ചത്. പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നക്ഷേ ഇ ഫരിയാദി ദാസ്ത് ഇ സാബ സിന്ദാൻ നാമ ഇവ ആരുടെ കവിതാ സമാഹാരമാണ്? ഫായിസ് അഹമ്മദ് ഫായിസ്. നക്ഷേ ഇ ഫരിയാദി ദാസ്ത് ഇ സാബ സിന്ദാൻ നാമ ആരുടെ കവിതാ സമാഹാരമാണ്? ഫായിസ് അഹമ്മദ് ഫായിസിന്റെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയുടെ അനിഷേധ്യനായ നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ ശക്തമായി എതിർത്തു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ ശക്തമായി എതിർത്തു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ MS സത്യു സംവിധാനം ചെയ്ത പ്രശസ്തമായ ഉർദു ചിത്രം ഏതാണ്? ഗരം ഖവ. ഗരം ഖവയാണ് 1973 ഇന്ത്യൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ MS സത്യു സംവിധാനം ചെയ്ത പ്രശസ്തമായ ഉർദു ചിത്രം ഏതാണ്? ഗരം ഖവ. 1973 ചിത്രം ഇറങ്ങിയത്. സംവിധാനം MS സത്യു. തിരക്കഥ കൈഫി അസ്മിയാണ്. അഭിനേതാക്കൾ ബൽരാജ് സഹാനി, ജലാൽ ആഗ, ഫറൂഖ് ഷേഖ്, ഗീതാ സിദ്ധാർത്ഥ്. ബൽരാജ് സഹാനി, ജലാൽ ആഗ, ഫറൂഖ് ഷേഖ്, ഗീതാ സിദ്ധാർത്ഥ്. ഇതൊക്കെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ ഇതെല്ലാം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ മേലുള്ള തങ്ങളുടെ പരമാധികാരം അവസാനിച്ചതായും രാജാക്കന്മാർക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാമെന്നും അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാമെന്നും പ്രഖ്യാപിച്ചു. പ്രാരംഭത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച പ്രധാന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂർ, ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ എന്നിവയായിരുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഭാരതത്തിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ വല്ലഭായ് പട്ടേലിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരാണ്? VP മേനോൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ വല്ലഭായ് പട്ടേലിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ,
നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ യൂണിയനിൽ ലയിക്കുന്നതിനായി ഒപ്പുവെച്ച സമ്മതപത്രം ഏതാണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആണ്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ യൂണിയനിൽ ലയിക്കുന്നതിനായി ഒപ്പുവെച്ച സമ്മതപത്രം ഏതാണ്? ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ പോളോ ആണ്. ഓപ്പറേഷൻ പോളോ 1948. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈദരാബാദ് നൈസാമിന്റെ അർദ്ധ സൈനിക വിഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റസാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഹൈദരാബാദ് നിസാമിന്റെ അർദ്ധ സൈനിക വിഭാഗം അറിയപ്പെടുന്ന പേര് ഏതാണ്? റസാക്കന്മാർ. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായിരുന്നു ഹൈദരാബാദ് നൈസാം. സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ചു. നൈസാമിന്റെയും അദ്ദേഹത്തിന്റെ അർദ്ധസൈനിക വിഭാഗമായ റസാക്കന്മാരുടെയും അടിച്ചമർത്തലുകൾക്കെതിരെ ജനങ്ങൾ, പ്രത്യേകിച്ച് കർഷകരും സ്ത്രീകളും, പ്രക്ഷോഭം ആരംഭിച്ചു. സ്ഥിതിഗതികൾ വഷളായപ്പോൾ 1948 സെപ്റ്റംബറിൽ ഇന്ത്യ ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ നൈസാമിന്റെ സൈന്യത്തെ കീഴടക്കി ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇതാണ് സംഭവിച്ചത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ യൂണിയനിൽ ലയിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവ് ആരായിരുന്നു? മഹാരാജ ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവ് ആരായിരുന്നു? മഹാരാജ ബോധചന്ദ്ര സിംഗ് ആണ്. ഇന്ത്യയുമായി ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ഒപ്പുവെച്ചുകൊണ്ട് മണിപ്പൂരിന്റെ സ്വയംഭരണാവകാശം നിലനിർത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 1948 ജൂണിൽ മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, സാർവത്രിക പ്രായവർത്തി വോട്ടവകാശ പ്രകാരം തിരഞ്ഞെടുപ്പ് നടത്തിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ. തിരഞ്ഞെടുപ്പോടെ മണിപ്പൂർ ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയായി മാറി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായി മാറി. മണിപ്പൂർ നിയമസഭയുടെ അനുമതി ഇല്ലാതെ തന്നെ 1949 സെപ്റ്റംബറിൽ കേന്ദ്ര ഗവൺമെന്റ് രാജാവിൽ സമ്മർദ്ദം ചെലുത്തി മെർജർ എഗ്രിമെന്റിൽ ഒപ്പുവെപ്പിച്ചു. തുടർന്ന് മണിപ്പൂർ പൂർണ്ണമായി ഇന്ത്യയുടെ ഭാഗമായി മാറി. മെർജർ എഗ്രിമെന്റ് മണിപ്പൂറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1949. പിന്നെ അതുപോലെ തന്നെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരഞ്ഞെടുപ്പ് നടത്തിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ. സ്വതന്ത്ര ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ പ്രദേശം മണിപ്പൂരാണ്. 1948. ഇങ്ങനത്തെ സംസ്ഥാനങ്ങളെ പുനഃസംഘടന എന്നൊരു പാഠഭാഗത്തുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിഭജനത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ നാട് വിഭജിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് നേതാക്കൾ ഭയപ്പെട്ടു. അപ്പം സ്വാതന്ത്ര്യത്തിന് മുമ്പ് കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്ന് വാഗ്ദാനമൊക്കെ ചെയ്തിരുന്നു. എന്നാൽ വിഭജനത്തിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ നാട് വിഭജിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമോ എന്ന് നേതാക്കൾ ഭയപ്പെട്ടു. 1920 നാഗ്പൂർ സമ്മേളനത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി പുനഃസംഘടിപ്പിച്ചത് ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഭാഷാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ഹിന്ദുസ്ഥാനിയെ എല്ലായിടത്തും ബോധന മാധ്യമമാക്കുന്നത് അസംബന്ധമായിരിക്കും. അതുപോലെ ഈ ഉദ്ദേശത്തിനു വേണ്ടി ഇംഗ്ലീഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിലും വലിയ അസംബന്ധമായിരിക്കും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അപ്പം അത് നേതാക്കന്മാരൊക്കെ എതിർത്തു. അപ്പം ഈ കേന്ദ്രത്തിലുള്ള നേതാക്കന്മാരൊക്കെ എതിർത്തു. ഈ തീരുമാനം പ്രാദേശിക നേതാക്കന്മാരും ജനങ്ങളും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇന്നത്തെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, കർണാടക എന്നിവ ഉൾപ്പെട്ടിരുന്ന മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. വിശാല ആന്ധ്ര പ്രസ്ഥാനം എന്ന് വെച്ചാൽ പ്രത്യേക ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി ഉള്ള പ്രസ്ഥാനമാണ് ഈ വിശാല ആന്ധ്ര പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. വിശാല ആന്ധ്ര പ്രസ്ഥാനം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെ വേർപെടുത്തി പ്രത്യേക ആന്ധ്രാപ്രദേശ് പ്രവിശ്യ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം വിശാല ആന്ധ്ര പ്രസ്ഥാനം ആവശ്യപ്പെട്ടതാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെ വേർപെടുത്തി പ്രത്യേക ആന്ധ്രാപ്രദേശ് പ്രവിശ്യ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം
ആന്ധ്രാപ്രദേശിലെ ഏകദേശം എല്ലാ രാഷ്ട്രീയ ശക്തികളും മദ്രാസ് പ്രവിശ്യയെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിനെ അനുകൂലിച്ചിരുന്നു. ഇപ്പം കോൺഗ്രസ് നേതാവും തലമുതിർന്ന ഗാന്ധിയനുമായ പോറ്റി ശ്രീരാമുലു 56 ദിവസത്തെ അനിശ്ചിതകാല നിരാഹാരത്തെ തുടർന്ന്, അതായത് ആന്ധ്രാപ്രദേശ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിരാഹാരത്തെ തുടർന്ന് മരണമടഞ്ഞു. ആന്ധ്രാ മേഖലയിൽ വലിയ തോതിൽ അസ്വസ്ഥതകളും അക്രമങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ജനങ്ങൾ വൻതോതിൽ പ്രതിഷേധമായി തെരുവിൽ തരാം. അപ്പം ഇതിൽ നിരവധി പേർക്ക് പോലീസ് വെടിവയ്പ് പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മദ്രാസിൽ പ്രതിഷേധ സൂചകമായ അനവധി നിയമസഭാ സാമാജികർ രാജിവെക്കുകയുണ്ടായി. അവസാനം 1952 ഡിസംബറിൽ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ആന്ധ്രാപ്രദേശ് രൂപീകരണം പ്രഖ്യാപിച്ചു. 1952 ഡിസംബറിൽ. രാജ്യത്തുടനീളം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമായതോടെ 1953 കേന്ദ്ര ഗവൺമെന്റ് ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ 1953 ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ. അതിലെ കമ്മീഷൻ അംഗങ്ങൾ ഫസൽ അലി അധ്യക്ഷനാണ്, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു, ഫസൽ അലി, കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു. കമ്മീഷന്റെ ശുപാർശ അംഗീകരിച്ച് 1956 പാർലമെന്റ് നിയമം പാസാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. 1956 നവംബർ 1 1956 നവംബറിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്തുള്ള എല്ലാം, ഈ ക്വസ്റ്റ്യനുകൾ മിക്കവാറുള്ള എല്ലാം ഒരു 100% ഇമ്പോർട്ടന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊക്കെ കുറെ വട്ടം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. 1952 ഡിസംബർ നമ്മൾ പറഞ്ഞാണ്. പ്രത്യേക ആന്ധ്ര സംസ്ഥാനത്തിന് 56 ദിവസം നിരാഹാരം കിടന്ന് രക്തസാക്ഷിയായ നേതാവ് പോറ്റി ശ്രീരാമുലു. 56 ദിവസം ആന്ധ്ര സംസ്ഥാനത്തിന്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1953. അധ്യക്ഷൻ ഫസൽ അലിയാണ്. ഫസൽ അലി കമ്മീഷനിലെ മലയാളി അംഗമാരായിരുന്നു കെ എം പണിക്കർ, സർദാർ കെ എം പണിക്കർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ ആക്ട് നിലവിൽ വന്നത് എന്ന്? 1956 നവംബർ 1. 22ാമത്തെ ക്വസ്റ്റ്യൻ, 1956 നവംബർ 1 നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എണ്ണം എത്ര? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നും കൂടി പറഞ്ഞതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ ബോംബെയിൽ നിന്നും വിഭജിച്ച് രൂപീകരിച്ച വർഷം 1960 ആണ്. 1966 പഞ്ചാബ് വിഭജിച്ച് രൂപീകരിച്ച പുതിയ സംസ്ഥാനം ഏതാണ്? ഹരിയാന. പഞ്ചാബി സംസാരിക്കുന്നവർ പഞ്ചാബിലും ഹിന്ദി സംസാരിക്കുന്നവർ ഹരിയാനയിലുമാണ്. ഇത് പാഠപുസ്തകത്തിലെ ഒരു ഇതാണ്, അത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് എടുത്തേക്കുവാണ്, വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന തത്വം സ്വീകരിച്ചെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും പെട്ടെന്ന് ഭാഷാ സംസ്ഥാനങ്ങളായി എന്ന് ഇതിനർത്ഥമില്ല. ഗുജറാത്തി ഭാഷയും മറാത്തി ഭാഷയും സംസാരിക്കുന്ന ബോംബെ എന്ന ദ്വിഭാഷാ സംസ്ഥാനം പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 1960 മഹാരാഷ്ട്രയും ഗുജറാത്തും സംസ്ഥാനങ്ങളായി മാറി. 1960 പഞ്ചാബിലും 2 ഭാഷാ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ഹിന്ദി സംസാരിക്കുന്നവരും പഞ്ചാബി സംസാരിക്കുന്നവരും. പഞ്ചാബി സംസാരിക്കുന്നവർ പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 1956 മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം അവർക്ക് ഭാഷാ സംസ്ഥാന പദവി നൽകിയിരുന്നില്ല. 10 വർഷം കഴിഞ്ഞ് 1966 ഇന്നത്തെ ഹരിയാനയും ഹിമാചൽ പ്രദേശും വിശാല പഞ്ചാബ് സംസ്ഥാനത്ത് നിന്നും വിഭജിച്ച് മാറ്റിയതോടെയാണ് പഞ്ചാബിന് സംസ്ഥാന പദവി ലഭിച്ചത്. 1966 ഇന്നത്തെ ഹരിയാനയും ഹിമാചൽ പ്രദേശും വിഭജിച്ച് പഞ്ചാബ് സംസ്ഥാനത്ത് നിന്നും വിഭജിച്ച് മാറ്റിയതോടാണ് പഞ്ചാബിന് സംസ്ഥാന പദവി ലഭിച്ചത്. പിന്നെ 1972 വടക്ക് കിഴക്കൻ മേഖലയിലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പുനഃസംഘടന നടന്നത്. 1972 ആസാമിൽ നിന്ന് മേഘാലയ വേർപെടുത്തുകയുണ്ടായി. 72 ആസാമിൽ നിന്ന് മേഘാലയ വേർപെടുത്തുകയുണ്ടായി. മണിപ്പൂരും ത്രിപുരയും ഈ വർഷം തന്നെ രൂപീകൃതമായി. മണിപ്പൂരും ത്രിപുരയും. അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ 1987 നിലവിൽ വന്നു.
അപ്പം 1963 തന്നെ നാഗാലാൻഡ് സംസ്ഥാനമായി മാറിയിരുന്നു. പിന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ എന്നിവ 2000-ൽ രൂപീകൃതമായി. പിന്നെ നമുക്കറിയാം ഇപ്പം 29ാമത്തെ ഒരു സംസ്ഥാനം തെലങ്കാനയും രൂപീകൃതമായിട്ടുണ്ട്. 2014 ജൂൺ 2-ന് നിലവിൽ വന്നു. 2014 ജൂൺ 2-നാണ് തെലങ്കാന രൂപീകൃതമായത്. അടുത്തത്, ഇന്ന് നിങ്ങൾ ശിരസിൽ ഒരു മുൾക്കിരീടം ധരിച്ചിരിക്കുന്നു. അധികാരത്തിന്റെ സിംഹാസനം ദുഷിച്ചതാണ്. ആ സിംഹാസനത്തിൽ നിങ്ങൾ എപ്പോഴും ഉണർവോടെ ഇരിക്കേണ്ടതുണ്ട്. നിങ്ങൾ കൂടുതൽ വിനയാദിത്യരും സഹനശീലരും ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് അവസാനമില്ലാത്ത പരീക്ഷണങ്ങളായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? MK ഗാന്ധി. MK ഗാന്ധി എന്ന് പറയുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തന്നെയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് MK ഗാന്ധി എന്ന് പാഠപുസ്തകത്തിൽ കൊടുത്തേക്കുന്നത് MK ഗാന്ധി എന്നാണ്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ക്വസ്റ്റിനകത്തും MK ഗാന്ധി എന്നായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഒരു ഡൗട്ട് വരാതിരിക്കാനാണ് MK ഗാന്ധി എന്ന് തന്നെ ഈ നമ്മുടെ വീഡിയോയിലും ഇത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. MK ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് MK ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് MK ഗാന്ധി. ഇന്ന് നിങ്ങൾ ശിരസിൽ ഒരു മുൾക്കിരീടം ധരിച്ചിരിക്കുന്നു. അധികാരത്തിന്റെ സിംഹാസനം ദുഷിച്ചതാണ്. ആ സിംഹാസനത്തിൽ നിങ്ങൾ എപ്പോഴും ഉണർവോടെ ഇരിക്കേണ്ടതുണ്ട്. നിങ്ങൾ കൂടുതൽ വിനയാദിത്യരും സഹനശീലരും ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് അവസാനമില്ലാത്ത പരീക്ഷണങ്ങളായിരിക്കും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി എന്നാണ്. അടുത്തത്, ഇന്ത്യ സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് ഉണർന്നെഴുന്നേൽക്കുകയാണ്. പഴമയിൽ നിന്നും പുതുമയിലേക്ക് നമ്മൾ ചുവട് വെക്കുന്നു. നമ്മൾ ഇന്ന് നിർഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും സ്വയം കണ്ടെത്തുകയാണ്. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന നേട്ടങ്ങൾ ഒരു ചുവടുവെപ്പ് മാത്രമേ ആകുന്നുള്ളൂ. അവസരങ്ങളുടെ ഒരു തുടക്കമാണത് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ ക്വസ്റ്റ്യനുകൾ വരുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ടതെല്ലാം തീർന്നു. പക്ഷെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററും ഇതിന്റെ ഈ ഓരോ ചാപ്റ്ററിന്റെ ഈ വിഷയങ്ങളോട് വന്നിട്ട് അതിന്റെ കുറെ അനുബന്ധ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് PSC-യിലൊക്കെ കുറെ ആവർത്തിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട് അനുബന്ധമായിട്ട് തന്നെ ഇതിനകത്തുള്ള. അത് എല്ലാം കൂടി വെച്ച് ഒരു അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം. അത് എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം ഈ ഇതിൽ നിന്ന് ഉൾപ്പെടുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും ഉൾപ്പെട്ട് ഇതിനകത്തുള്ള ക്വസ്റ്റ്യനുകളും പിന്നെ അനുബന്ധ വിവരങ്ങളും അടങ്ങിയിരിക്കുന്ന ക്വസ്റ്റ്യനുകളും എല്ലാം വെച്ചൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇതിനു മുമ്പ് 2 വീഡിയോ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് വ്യക്തികളായിട്ടുള്ള ഇത് നമ്മൾ കഴിഞ്ഞ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഇത് കാണാം. അപ്പം എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കിത് ഉപകാരപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.